നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വരകൃപയും ആയുരാരോഗ്യവും രോഗശാന്തി എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. സർവ ഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. നമുക്ക് ദശകം 80 സെമന്തകോ ഉപാഖ്യാനം, അത് നാരായണീയം നമ്മൾ വായിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം 1, 2, 3 അധ്യായങ്ങളാണ് 80-ാം അധ്യായത്തിൻ്റെ 1, 2, 3 ശ്ലോകങ്ങൾ വായിച്ചു. നമ്മൾ ഒടുക്കം വായിച്ചത് ഭഗവാൻ ഈ സെമന്തകമണി മോഷ്ടിച്ചെന്നും പിന്നെ പ്രസരനെ കൊന്നെന്നുമുള്ള പേര് വന്നു. ലോകം മൊത്തം അങ്ങ് പരന്നു. മോഷ്ടാവെന്നും ഈ പിന്നെ കൊലപാതകിയെന്നും. കാരണം സത്രാജ്യത്തിൻ്റെ മണിയാണ്, സൂര്യൻ കൊടുത്ത മണിയാണ്. അദ്ദേഹത്തോട് ഭഗവാൻ യാചിച്ചു, ഈ മണി കൊടുക്കുമോ? ഭഗവാൻ ചോദിച്ചു, അദ്ദേഹത്തോട് യാചിച്ചു, പക്ഷേ കൊടുത്തില്ല. അദ്ദേഹത്തിൻ്റെ അനുജനായ പ്രസേനന് കഴുത്തിൽ അണിഞ്ഞു കൊടുത്തു. അയാൾ എന്ത് ചെയ്തു? അതും കൊണ്ട് നായാട്ടിന് പോയി, വനത്തിൽ പോയി. അപ്പോൾ അവിടെ സിംഹം ഈ മണി കണ്ട് ഭോജ്യമാണെന്ന് കരുതി, ആഹാര സാധനമല്ലോ ആണ് തിളക്കം കണ്ടിട്ട് എന്തൊന്നും മനസ്സിലാകാണ്ട് സിംഹം അയാളെ വധിച്ചു. ഈ മണി അയാൾ കരസ്ഥമാക്കി. ആരാ? സിംഹം. അപ്പോൾ ഈ സിംഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന മണി ആര് കണ്ടു? ജാംബവാൻ കണ്ടു. അപ്പോൾ ജാംബവാൻ എന്ത് ചെയ്തു? സിംഹത്തിനെ വധിച്ച് മണിയും കൈക്കലാക്കി അദ്ദേഹത്തിൻ്റെ മകന് കളിക്കാൻ കൊണ്ടുകൊടുത്തു. അപ്പോൾ ഭഗവാനാണെങ്കിലോ ഇങ്ങനൊരു പഴി വരുന്നു, ഇങ്ങനെ മോഷ്ടാവെന്നും കൊലപാതകിയെന്നും. അപ്പോൾ എന്നാൽ അത് തെളിയിക്കണമെന്ന് പറഞ്ഞ് ഭഗവാൻ അവരുടെ സ്വജനങ്ങൾ, ഭഗവാന്റെ കൂട്ടുകാരുമൊത്ത് സ്വജനങ്ങളുമൊത്ത് വനത്തിൽ തിരയാൻ പോയി. ഇന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക. ഭഗവാനെല്ലാം അറിയാം, ഭഗവാൻ എഴുതിട്ടുമില്ല, ആരും കൊന്നിട്ടുമില്ല. പക്ഷേ എന്നാലിത് ഈ ലോകം മൊത്തം പരന്ന ആ ഒരു ശ്രുതി മാറ്റണ്ടേ? അതിനുവേണ്ടി ഭഗവാൻ തിരഞ്ഞ് കണ്ടുപിടിക്കാനായിട്ട് സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി പുറപ്പെട്ടു ജനങ്ങളുമായിട്ട്. കാട്ടിൽ കൂടി ചെന്നപ്പോൾ പ്രസന്നനെയും സിംഹത്തെയും കണ്ടു. ആ സിംഹത്തെ നിഗ്രഹിച്ചതെന്ന് സംശയിക്കപ്പെടുന്ന ജാംബവാന്റെ വാസസ്ഥാനമായ ഗുഹയിൽ ചെന്നെത്തി. നമ്മൾ അവിടെ വരെയാണ് വായിച്ചത്. എന്നിട്ട് ഇനി എന്ത് ചെയ്തെന്ന് നമുക്ക് വായിക്കാം. ശ്ലോകം 4. ദശകം 80 സെമന്തകോപാഖ്യാനത്തിൻ്റെ 4-ാം ശ്ലോകം. ഭവന്തം അഭിതർക്കയൻ അതിവയാ സ്വയം ജാംബവാൻ മുകുന്ദ ശരണം ഹിമാം ഗൈഹരോധും ഇത്യാലപൻ. വിഭോ രഘുപദേ ഹരേ ജയ ജയേത്യലം മുഷ്ടിഭി ചിരം തവ സമർച്ചനം വ്യഥിത ഭക്തചൂടാമണി. ഭവന്തം അവിതർക്കയൻ അതിവയാ സ്വയം ജാംബവാൻ മുകുന്ദ ശരണം ഹിമാം ഗൈഹരോധും ഇത്യാലപൻ. വിഭോ രഘുപദേ ഹരേ ജയ ജയേത്യലം മുഷ്ടിഭി ചിരം തവ സമർച്ചനം വ്യഥിത ഭക്തചൂടാമണി. ഇദ്ദേഹം ജാംബവാന്റെ ഗുഹയിലാണല്ലോ ഭഗവാൻ ചെന്ന് കയറിയത്. അപ്പോൾ ഈ ജാംബവാൻ തൻ്റെ ഗുഹയിലേക്ക് കടന്നു വന്ന ഭഗവാനെ കണ്ട് അങ്ങ് ആരെന്നറിയാതെ, ആരാണ് ചെന്നെന്ന് അറിയുന്നില്ല, പടുകിഴവനും പരമഭക്തനുമായ ജാംബവാനാണ്. ഇദ്ദേഹം പരമഭക്തനാണ്. മഹാവിഷ്ണു ഭഗവാനെ അത്രത്തോളം, ഭഗവാൻ നാരായണനെ എത്രത്തോളം ആരാധിക്കാം, അങ്ങനെയുള്ള ഭക്തനാണ്. പക്ഷേ അവിടെ കടന്നു ചെന്നത് ആരാണെന്ന് അദ്ദേഹം അറിയുന്നില്ല. എന്നെ എതിരിടാൻ ആരുണ്ട് എന്നുള്ള ഒരു സംശയം. ഇതാരിങ്ങനെ കയറി വരുന്നത്? എന്നെ എതിരിടാൻ ആരാ ഇവിടെ ഉള്ളത്? അങ്ങനെ കടന്നു വരണമെങ്കിൽ ഭയക്കാതെ എന്ന് പറഞ്ഞും കൊണ്ട് വിഭോ രാമചന്ദ്ര പ്രഭു ജയ ജയ എന്ന് സ്തുതിച്ചും കൊണ്ടും മുഷ്ടിപ്രഹരങ്ങൾ കൊണ്ട് അങ്ങയെ പൂജിച്ചു. ആളറിയാതെ. എന്താ പറയാ? അതാ ഞാൻ പറയുന്നത്. നമ്മൾ അഥവാ ഒരു തെറ്റ് ചെയ്തു പോയാലും ഭഗവാന് പൂജയായി ചെയ്യുക. എന്താ പൂജ? പരമഭക്തനായതുകൊണ്ട് പ്രഭോ ജയ ജയ എന്ന് പറഞ്ഞും കൊണ്ടാണ് ഇടിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പൂജയാണെങ്കിൽ പാപമുണ്ടോ? ഭഗവാൻ ഇടി കൊടുത്തത് എന്താണ്? പൂജയായിട്ട്. കാരണം എന്താ അദ്ദേഹം പറയുന്നത്? ഭഗവാൻ ഭക്തനല്ലേ. ആ ഭക്തൻ പറയുന്നത് എന്താ? എന്ത് ചെയ്യുമ്പോഴും പ്രഭു ജയ ജയ രാമ, ശ്രീരാമ, വിഷ്ണു, ഭഗവാനെ, കൃഷ്ണ എന്നെ ആരാണ് എതിരിടാൻ എന്നുള്ള രീതിയിൽ ഈ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ കയറി വന്ന ആളുടെ ഇടിച്ചത് മുഷ്ടിപ്രഹരം കൊണ്ടാണ്. അതൊരു പൂജ. അപ്പോൾ എന്ത് വന്നു? എന്നെ എതിരിടാൻ ഇവിടെ ഇപ്പോൾ ആരാ ഉള്ളത് ഇങ്ങനെ ഈ ഗുഹയിലേക്ക് കടന്നു വരാൻ? അതുകൊണ്ട് ആദ്യമേ ചെയ്യുന്ന പ്രവൃത്തി എന്താ? ഈശ്വരനെ പ്രാർത്ഥിച്ചു കൊണ്ടായില്ല ഇടി കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് അറിയണം? നമ്മൾ എന്ത് ചെയ്താലും
ഒരു ജീവനെ, ഒരു കൊതുകിനെ അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും ഒരു ജീവനെ നമ്മൾ മുഷ്ടി ചുരുട്ടി അടിക്കുകയോ ഇടിക്കുകയോ ചവിട്ടി കൊല്ലുകയോ ചെയ്ത് പോയാൽ പോലും ആളറിയുന്നില്ലല്ലോ. നമ്മൾ അറിയാതെ ചെയ്യുന്നതാണല്ലോ, മനഃപൂർവ്വം അല്ലല്ലോ. അത് ഭഗവാനേ എന്ന് പറഞ്ഞ് ചെയ്ത് നോക്ക്, ഇതുപോലെ ഇരിക്കും. ഒരു ദോഷവും ഇല്ല. അവിടെ ഭഗവാനെ പൂജയാണ്, അതൊരു പൂജയാക്കി മാറ്റണം. അപ്പോൾ നമുക്ക് പാപമില്ല, നമുക്ക് പുണ്യവും വേണ്ട പാപം വേണ്ട. ഇദ്ദേഹം എപ്പോഴും ഭക്തനായതുകൊണ്ട് സർവ്വസമയത്തും അദ്ദേഹത്തിന് ജയ ജയ പ്രഭോ, ജയിച്ചാലും ജയിച്ചാലും എന്നും പറഞ്ഞ് അദ്ദേഹം ഭഗവാനെ പൂജിച്ചു. എങ്ങനെ പൂജിച്ചു? പുഷ്പം കൊടുത്തത് മുഷ്ടിപ്രഹരമാണ്. അദ്ദേഹത്തിൻ്റെ കൈയുടെ മുഷ്ടി ചുരുട്ടി ആണ് ഭഗവാൻ ആരെന്ന് അറിഞ്ഞതുമില്ല. ജയ ജയ പ്രഭോ എന്ന് ജയിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടി കൊടുത്തത്. അതൊരു പൂജയല്ലേ? അപ്പോൾ അതാണ് തൻ്റെ ഗുഹയിലേക്ക് കടന്നു വന്ന ഭഗവാനെ കണ്ടിട്ട് അതാരാണെന്നറിയാതെ പടുകിഴവനും പരമഭക്തനുമാണ്. കിഴവൻ എന്ന് വെച്ചാൽ എന്താ? വയസ്സെന്നൊരു പടുകിഴവനാണെങ്കിൽ കണ്ണും ചൂന് കാണത്തില്ല, വ്യക്തമായിട്ട് തിരിച്ചറിയത്തുമില്ല. എന്നാലും ഉള്ളത്തിൽ ആരുണ്ട്? പരമാത്മാവുണ്ട്, ഈശ്വരനുണ്ട്. അതുകൊണ്ട് ജയിച്ചാലും ഭഗവാനെ പ്രഭു ജയ ജയ എന്ന് കരുതി ആ മുഷ്ടി ഉരുട്ടി കൊടുത്ത് എന്നെ സ്തുതിച്ചും കൊണ്ട് ഭഗവാനെ സ്തുതിച്ചും കൊണ്ടാണ് വിഭോ രാമചന്ദ്ര പ്രഭു ജയ ജയ എന്ന് സ്തുതിച്ചും കൊണ്ടും മുഷ്ടി പ്രഹരങ്ങൾ കൊണ്ട് ഭഗവാനെ പൂജിച്ചു. ഇത് ഭട്ടതിരിപ്പാട്. ഇത് ഓർത്ത് നന്നായി നമുക്ക് സന്തോഷവും എന്നോട് എന്താ പറയുക, നമുക്ക് ചിരിക്കാനും നമുക്ക് ആനന്ദിക്കാനും ഭഗവാനുള്ള ഭക്തി വർദ്ധിക്കാനും എല്ലാം കൂടെ കൊള്ളാം ഈ ഒരു ശ്ലോകം. എനിക്കിതിലെല്ലാം കിട്ടുന്നു. എനിക്ക് ആനന്ദിക്കാനും കിട്ടുന്നു, എനിക്ക് ഭഗവാനുടെ ഭക്തി വർദ്ധിക്കുന്നു, എന്നാൽ ചിരിക്കാനും കൊള്ളാം. അത്രമാത്രമാണ് ഇത് ഈ ഒരു ശ്ലോകം. നമുക്ക് 5-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 5. ബുദ്ധ്വാധതേന ദത്താം നവരമണീം വരമണിം ച പരിഗൃഹണൻ അനുഗൃഹണൻ അമും ആകാസപതി ച സത്രാജിതേ മണിം പ്രാത. ബുദ്ധ്വാധതേന ദത്താം നവരമണീം വരമണിം ച പരിഗൃഹണൻ അനുഗൃഹണൻ അമും ആകാസപതി ച സത്രാജിതേ മണിം പ്രാത. ഇവിടെ അനന്തരം, അതായത് അതിനുശേഷം ഭഗവാനെ മുഷ്ടിപ്രഹരങ്ങളാൽ പൂജിച്ചല്ലോ. ജയ ജയ എന്ന് പറഞ്ഞ് ഭഗവാനെ തന്നെ വിളിച്ചുകൊണ്ടാണ് പൂജിച്ചത്. ഭഗവാനെ തന്നെയാണല്ലോ വിളിച്ചത്. ആളറിഞ്ഞില്ലെങ്കിലും ആ രൂപത്തിനെ മാത്രമേ അറിയാതുള്ളൂ. അതിരിക്കുന്ന ഉള്ളത്തെയാണ് അദ്ദേഹം വിളിച്ചത്. ഭഗവാനെ ശ്രീരാമ ജയ ജയ എന്ന് വിളിച്ചു. അങ്ങനെ പൂജ കൊടുത്ത് മുഷ്ടി കൊണ്ട് ഇടിച്ച പൂജയാണ്. അത് പുഷ്പം പോലെ ആയിരിക്കും ഭഗവാന് കൊണ്ടതും. കാരണം അതിനകത്ത് ഉള്ളത്തിൽ പരബ്രഹ്മമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അനന്തരം നിന്തിരുവടിയെ തിരിച്ചറിഞ്ഞ ജാമ്പവാൻ. കാരണം ഭഗവാനെ അദ്ദേഹം തിരിച്ചറിയും. അങ്ങനല്ലേ ഭക്തന് ഒരു ദൂരക്കാഴ്ചയിൽ അന്നേരം അറിയാതെ പുഷ്പം കൊണ്ട് പൂജിച്ചാൽ പിന്നെ ഉടനെ തിരിച്ചറിയുമല്ലോ. കാരണം വിളിച്ചത് ആരെയാ? പരമാത്മാവിനെ. അപ്പോൾ അവിടെ അതിന് തിരിച്ച് എന്തായിരിക്കും ആ ഭക്തനോട് ഭഗവാൻ കാണിക്കുന്നത്? തിരിച്ചു വല്ലതും ചെയ്യൂ. അത് വെച്ച് മനസ്സിലാകത്തില്ലേ ഇതാരാണ് എന്ന് തിരിച്ചറിയും. ഭഗവാന്റെ സ്വഭാവം എന്താണ്? ഇങ്ങനെ ഭക്തൻ കൊടുക്കുന്ന എല്ലാം എന്താ, പ്രാർത്ഥനയോട് കൊടുക്കുന്ന എന്തും ഭഗവാൻ സ്വീകരിക്കും. ഇടിയാണോ സ്വീകരിക്കും. നമ്മൾ പള്ളു പറയൂ, ഭഗവാനെ നീ എന്താ എന്നെ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത എന്നും പറഞ്ഞ് നമ്മൾ കുറച്ച് പള്ളു പറയൂ. എന്തുകൊണ്ടാണ് കൊടുക്കുന്ന ആ പള്ള്? ഭഗവാൻ അറിയാം ഭക്തൻ്റെ വേദനയും വിഷമവും ഭഗവാനോടെ തീർക്കാനൊക്കെ ഉള്ളെന്ന്. അവർ ഒന്നാണെന്ന്. ആ ഒന്നാണെന്ന് ചേർച്ച വരുമ്പോഴേ നമുക്ക് ഭഗവാനെ പള്ളു പറയാൻ പറ്റും. അതും പൂജയാണ്, അത് നമ്മുടെ ഹൃദയവേദനയാണ്. അങ്ങനെ നമുക്ക് എന്തും ആകാം ഒരു ഭക്തനായി തീരുമ്പോൾ. കാരണം നമ്മുടെ ഉള്ളത്തിൽ ആ പരബ്രഹ്മം വസിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് ദേഷിച്ചാലെന്താ, കരഞ്ഞാലെന്താ, ചിരിച്ചാലെന്താ, ഭഗവാനെ കളിയാക്കിയാലെന്താ, എല്ലാം നാം തന്നെയല്ലേ. നമ്മളെ തന്നെയല്ലേ ഇതെല്ലാം ചെയ്യുക. അതുകൊണ്ട് ഈ ഭക്തന് മനസ്സിലായി, ഇദ്ദേഹം യഥാർത്ഥമായി മനസ്സിലായി ജാമ്പവാന് ഭഗവാനെ തിരിച്ചറിഞ്ഞു. നിന്തിരുവടി ആരാണ്? കാരണം ഭഗവാന്റെ സ്വഭാവം അവിടെ പ്രകടിപ്പിക്കും. അത് തിരിച്ചങ്ങോട്ട് മല്ലാട്ട് നിന്നാൽ എന്ത് വരും? വേറെ ഏതോ ആളാണെന്ന് തിരിക്കും. ഭഗവാനുള്ള സന്തോഷപ്രദമായി നിന്ന് കൊടുത്തിട്ടുണ്ട് ആ ഇടി കൊള്ളാൻ വേണ്ടി. കാരണം വിളിച്ചത് അങ്ങേ തന്നെയല്ലേ പൂജിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ ഈ പ്രതികരണം ഭഗവാനിൽ നിന്ന് മനസ്സിലാക്കി ഉള്ളത് എന്തെന്ന് ഇദ്ദേഹം തിരിച്ചറിഞ്ഞു ഭഗവാനെ. ജാമ്പവാൻ അങ്ങനെ എന്ത് ചെയ്തു? സുന്ദരീമണിയെയും നൽകി. അദ്ദേഹത്തിൻ്റെ മകളായ ജാമ്പവതി ആ സുന്ദരീമണിയെയും സെമന്തകമണിയെയും സ്വീകരിച്ച് ജാമ്പവാനെ അനുഗ്രഹിച്ചു. ദ്വാരകാപുരിയിലേക്ക് മടങ്ങിപ്പോയി. അപ്പം ഭഗവാനെ മനസ്സിലാക്കിയതുകൊണ്ട് ആ ഭഗവാനോടുള്ള ആ ഒരു പ്രേമം അത്രമാത്രം ഭക്തനാണ് ഇദ്ദേഹം. അതുകൊണ്ട് ഇദ്ദേഹം ആ മണിയും കൊടുത്തു, അദ്ദേഹത്തിൻ്റെ മകളായ പുത്രിയെയും സുന്ദരീമണി അതിനെയും കൊടുത്തു. ആ ജാമ്പവാൻ, ആ ഭക്തൻ. എന്താ കാരണം? ആ മകൾക്ക് അത്രത്തോളം ഭഗവാനിനോട് അടുപ്പമുണ്ടാവും,
നല്ല പിടിപ്പതായ ആളിനെയാണ് കൊടുത്തേക്കുന്നതെന്ന് എന്തുകൊണ്ടും ഇത്ര ഭാഗ്യം കിട്ടൂ. അപ്പോൾ അദ്ദേഹം അത്രമാത്രം ഭക്തനായതുകൊണ്ട് ആ മകളെ ആ ഭഗവാനെ തിരിച്ചറിഞ്ഞ് ഇതെൻ്റെ ഭഗവാൻ ഭക്തപ്രിയനാണ്, എല്ലാ ഭക്തന്മാരുടെയും പ്രിയനാണ് ഭഗവാൻ, അതുകൊണ്ട് സ്വന്തം മകളെ ഏൽപ്പിക്കേണ്ടടുത്ത് തന്നെ ഏൽപ്പിച്ചു. അങ്ങനെ നൽകി. സുന്ദരീമണിയായ മകളെയും സെമന്തകമണിയെയും അവിടെ മകന് കളിക്കാൻ കൊടുത്ത കൊച്ചിന് കളിക്കാൻ കൊടുത്ത ആ മണിയും ഭഗവാന് കൊടുത്തപ്പോൾ ഭഗവാനെ സ്വീകരിച്ച് ജാമ്പവാനെ അനുഗ്രഹിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഭഗവാനെ കാണാനുള്ള ഒരു നിമിത്തം നമ്മളത് ഏതു വഴി കൂടെങ്കിലും ഒരു ഭക്തനെ ഭഗവാൻ പ്രത്യക്ഷമായി കാണിക്കും. ജാമ്പവാൻ പടുകിളവനായി അങ്ങ് അറ്റം വന്നിരുന്ന സമയമായിരിക്കും. ആ കുട്ടികളെ ആരെങ്കിലും ഏൽപ്പിക്കണ്ടേ? ആ ഒരു വേദനയിലേക്കും ഭഗവാനോട് ആ സമയം അവിടെ വന്നു ചേരണ്ടേ? ഇതിനൊരു നിമിത്തം പല കാരണങ്ങൾ കൂടെ ഇങ്ങനെ, അതായത് ഒരു നമുക്ക് ഇവിടെ മഴ പെയ്യുന്ന വെള്ളം കൊച്ചു കൊച്ചു ഇടുക്ക് വഴി, തോട്ട്, ചാലുകൾ, ഇതിൽ കൂടെ എല്ലാം കടന്ന് തോട്ടിലും ആറ്റിലും കായലിലും എല്ലാം ഇറങ്ങി എവിടെ ചെല്ലും? ലക്ഷ്യസ്ഥാനത്തെത്തും. അതുപോലെ ഇദ്ദേഹം അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ആ ഭഗവാനും വയസ്സ് കിളവനായി അപ്പോഴത്തേക്ക് അവിടെ എത്തിപ്പിടിക്കണ്ടേ, അതിന് ഭഗവാൻ നേരിട്ട് അവിടെ ചെന്നു. മകളെ കൊടുത്തു, സെമന്തകമണിയും കൊടുത്തു. കാരണം അതിന് വേണ്ടിയാണ് ഈ സത്രാജിത്തിൻ്റെ ഈ മണി ഭഗവാൻ ഇങ്ങനെ ചോദിക്കാൻ ഇതിൻ്റെ കാരണക്കാരൻ. അതുപോലെ തന്നെയാണ് സത്രാജിത്തിൻ്റെ സത്യഭാമയും ഇതുപോലെ. ഇതെല്ലാം ഓരോ നിമിത്തങ്ങൾ ഉണ്ടാക്കി വരും. നമ്മളിത് മനസ്സിലാക്കണം. നമ്മളെ ഏതെങ്കിലും വഴി കൂടെ കല്ലിലും മുള്ളിലും എല്ലാം ഇറക്കി ചവിട്ടിയും വിഷമിച്ചും വേദനിച്ചും കുരിശ് ചുമന്നും നമ്മളെ എത്തേണ്ടിടത്ത് എത്തിപ്പിക്കും. അതൊരു ഭക്തനോട് ഭഗവാൻ കാണിക്കുന്നൊരു അനുഗ്രഹമാണ്. അത് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഭഗവാൻ അദ്ദേഹത്തിനെ അനുഗ്രഹിച്ച് ദ്വാരകാപുരിയിലേക്ക് മടങ്ങിപ്പോയി. സത്രാജിത്തിനെ വരുത്തി സെമന്തകമണി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ജനങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് വിശ്വസിക്കാൻ വേണ്ടിയാണ് ഈ ജനങ്ങളെ കൂടെ കൊണ്ടുപോയത്. അതുകൊണ്ട് സത്രാജിത്തിന് അല്ലെങ്കിൽ മനസ്സിലാക്കും ഭഗവാൻ എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് പിന്നെടുത്ത് കൊടുത്തതാണെന്ന്. അതുകൊണ്ട് ജനങ്ങളെയും കൂടെ കൂട്ടിയ വനത്തിൽ തിരക്കാൻ പോയത് മണി. അപ്പോൾ ഇത് നേരെ ആക്ക് കൊടുത്ത് ഉടമസ്ഥനെ ഏൽപ്പിച്ചു. പ്രസേനനെ കൊന്നു സിംഹം. പക്ഷേ അപ്പോൾ സിംഹം അവിടെ കിടക്കുമെന്ന് ജനങ്ങൾ കണ്ടല്ലോ, ഭഗവാനല്ല കൊന്നതെന്ന്. അപ്പോൾ മനസ്സിലാക്കും ഭഗവാൻ കള്ളനുമല്ല, അത് മോഷ്ടാവുമല്ല, ഈ പ്രസന്നനെ കൊന്നതുമില്ല. അതിന് വേണ്ടിയാണ് തെളിയിക്കുന്നത്. അല്ലെ ഭഗവാൻ ഇതിലൊന്നും ഒരു വിഷമം ഉണ്ടായിട്ടല്ല. എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ മൊത്തം അറിഞ്ഞില്ലെങ്കിൽ ഈ അറിയാത്ത ജനങ്ങൾ ഇന്നും ധരിച്ചുകൊണ്ടിരിക്കും, അയ്യോ എന്നാലും ഭഗവാൻ കൊള്ളാമല്ലേ. ഒരു ഭക്തന് മനസ്സിലാവും അങ്ങനെ ഭഗവാൻ ഒരിക്കലും ചെയ്യത്തില്ലെന്ന്. പക്ഷേ ജനങ്ങൾ അങ്ങനെ അല്ലല്ലോ. അത് കേട്ട പാതി കേൾക്കാത്ത പാതി അമൃതപോലെ അത് എല്ലായിടും അങ്ങ് പരപ്പിക്കും. നല്ല കാര്യങ്ങൾ പരപ്പിക്കത്തില്ല. ഇങ്ങനെയുള്ള വേണ്ടാത്തത് എവിടെയെങ്കിലും ഒന്നും ഉണ്ടോ? അത് ഒരു നീതിമാൻ്റെ കാര്യമാണെങ്കിൽ ഉടനെ അത് എടുത്തു കെട്ടി അതിനെ നശിപ്പിച്ചൊക്കെ കൈ കൊടുക്കും, അങ്ങനെ ആക്കി വയ്ക്കും. ഇത് ഭഗവാന് തെളിയിക്കാനുള്ള കരുത്തുള്ളതുകൊണ്ട് ഭഗവാൻ തെളിയിച്ചു. അപ്പോൾ ഭഗവാൻ എന്ത് കിട്ടി? ജാമ്പവതിയും കിട്ടി, ഒരു ഭക്തൻ്റെ, ഒരു കിളവൻ, അങ്ങേയറ്റമായി ഇരിക്കുന്ന കിളവൻ്റെ. എന്നിട്ടും എന്നെ ഇവിടെ എൻ്റെ അടുക്കൽ ഇത്ര വരാൻ ആരാമുണ്ട്? പുഷ്പം പോലെ മുഷ്ടിയിരുട്ടി ഭഗവാനെ പൂജിക്കുകയും ചെയ്തു. ഭഗവാൻ എന്ത് ചെയ്തു? സന്തോഷമായിട്ട് ഈ മകളെയും അതുപോലെ തന്നെ ആ മണിയും കൊണ്ടുവന്ന് ദ്വാരകയിലേക്ക് പോയിട്ട് ഉടമസ്ഥനെ ഈ മണി കൊടുത്തു. നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം അടുത്തത്. ഇനി അതിൻ്റെ ബാക്കി. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.